നിങ്ങൾ കൈവച്ചാണോ കളയെടുക്കുന്നത്? കളയെടുക്കാൻ വേണ്ടിയാണ് ബ്രഷ് കട്ടർ ഉള്ളത്. കഷ്ടപ്പാടില്ലാണ്ട് എങ്ങനെ കളയെടുക്കാൻ നോക്കിയാലോ? കളയെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ പൈസ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ വീടും പരിസരത്തോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഒരുപാട് കളച്ചെടി വളർന്നു നിൽക്കുകയാണോ? അത് വൃത്തിയാക്കാൻ വേണ്ടി ഒരാളെ തേടി നടക്കുകയാണോ? ആളെ തേടി നടന്നിട്ടോ ആളെ കിട്ടുന്നുമില്ല, ആൾക്കൂലി ചോദിക്കുന്നത് വളരെയധികം കൂടുതലാണോ? അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരേ ഒരു പരിഹാരം എന്താണ്? ബ്രഷ് കട്ട് തന്നെയാണ്. അപ്പോൾ ഈ ബ്രഷ് കട്ട് എങ്ങനത്തെ മോഡൽ വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങിക്കണം, എന്തൊക്കെ നോക്കി വാങ്ങിക്കണം നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സസ്പെൻസ് ഓഫർ കൊടുക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ MDയുടെ പ്രത്യേകമായിട്ടുള്ള വണ്ടസ് ബ്രഷ് കട്ടിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ വണ്ടസ് ബ്രഷ് കട്ടിനെ വണ്ടസ് ബ്രഷ് കട്ട് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒറ്റ ടച്ചിൽ ഈ ബ്രഷ് കട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റീകോയിൽ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ബുദ്ധിമുട്ടില്ലാണ്ട് ഒറ്റ ടച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരത്തോ അല്ലെങ്കിൽ ഫാമിലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ MDയിലെ വണ്ടസ് ബ്രഷ് കട്ടറും മറ്റു കമ്പനിയിലുള്ള വണ്ടസ് ബ്രഷ് കട്ടറും തമ്മിലുള്ള എന്താണ് വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ MDയിലെ വണ്ടസ് ബ്രഷ് കട്ടറിന്റെ ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഒപ്പം ബാറ്ററിയും ചാർജറും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൂടാണ്ട് ബ്രഷ് കട്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രിമ്മർ. മറ്റു സ്ഥലങ്ങളിലേക്ക് അവർ പ്ലാസ്റ്റിക്കിൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അലൂമിനിയം ട്രിമ്മറാണ് കൊടുക്കുന്നത്. അത് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷ് കട്ടർ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ കല്ലൊക്കെ തട്ടും. അപ്പോൾ അതിൽ നിന്നും ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അലൂമിനിയം ട്രിമ്മർ കൊടുക്കുന്നത്. അത് മാത്രമല്ലാണ്ട് നമ്മൾ റോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് കട്ടിംഗ് ആയിരിക്കും. മറ്റു സ്ഥലങ്ങളിലൊക്കെ റൗണ്ട് ഷേപ്പിലായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര നല്ല എഫക്റ്റീവ് കട്ടിങ് കിട്ടത്തില്ല. ബ്രഷ് കട്ടർ നമ്മൾ വാങ്ങിക്കുന്നത് ഹെവി പെർഫോമൻസിനായിരിക്കും. അപ്പോൾ നമ്മൾ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS-ലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളഞ്ഞു പോയി ഒടിഞ്ഞു പോകുക എന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ ബ്രഷ് കട്ടറിൽ വരത്തില്ല. സൈഡ് ബൈ ബ്രഷ് കട്ടറിൽ വണ്ടസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബെൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെൽറ്റ് നമ്മൾ സ്പോഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം കംഫർട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല നമ്മൾ ഹാർഡ് പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഹാർഡ് പ്ലാസ്റ്റിക് നമ്മൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ ആണെങ്കിലും ഹീറ്റ് ആണെങ്കിലും നിങ്ങളുടെ ബോഡിലോട്ട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നേരം ഈ ബ്രഷ് കട്ടർ ഈസി ആയിട്ടും എളുപ്പത്തിലും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ ബാക്ക് വണ്ടസ് ബ്രഷ് കട്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ പുറകിൽ യൂസ് ചെയ്തിരിക്കുന്നത് കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം കംഫർട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമാണ് നമ്മൾ 3 റിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ നമുക്ക് ഇതിൽ ഉണ്ടാവത്തില്ല. സസ്പെൻഷൻ സിസ്റ്റം കൊടുക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഗിയർ റോഡാണ് കൊടുത്തിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ മാത്രമായിരിക്കും നല്ല സൂപ്പറായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ MDയിലെ ബ്രഷ് കട്ടറിൽ നമ്മൾ അകത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ 8 mm തിക്നെസ്സിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സസ്പെൻസ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ല. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ 50 മീറ്ററിന് നൈലോൺ റോപ്പും അതുകൂടാണ്ട് സേഫ്റ്റിക്ക് നമ്മൾ സേഫ്റ്റി മാസ്കും ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, മിഷൻ ബുക്ക് ചെയ്യാനും ഉടനെ സ്ക്രീനിക്കാണ് നമ്പർ വിളിക്കും. നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ കമ്പനി വന്നിട്ട് കോയമ്പത്തൂർ കോവിൽപ്പാളയാണ്. അത് മാത്രമല്ല ഷൊർണൂർ സർവീസ് ബ്രാഞ്ചും ഉണ്ട്. അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മിഷൻസും കാണാവുന്നതാണ്. കൂടാതെ നമ്മുടെ സൺഡേയും നമുക്ക് കമ്പനി വർക്കിംഗ് ഡേ ആണ്. എപ്പോൾ വരുവാണെങ്കിൽ നമ്മുടെ ഡെമോ പേഴ്സൺ ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡെമോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മിഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനെ സ്ക്രീനിക്കാണ് നമ്പർ വിളിക്കും. നിങ്ങളുടെ മിഷൻ ബുക്ക് ചെയ്യും.